കേരളത്തിൽ വർഗീയതയെ കൂട്ടുപിടിച്ച് UDF നടത്തുന്നത് രാഷ്ട്രീയ നെറികേടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും കൂടെ കൂട്ടുന്നത് ലീഗിനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലാണ് പരാമർശം. അതേസമയം ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അവഗണിച്ചതായി ആക്ഷേപമുയർന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലത്തിലാണ് 3ാം സ്ഥാനത്തേക്ക് പോയത്. അതിലൊന്ന് പാലക്കാടായിരുന്നു. പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ മത്സരിച്ചു. നല്ല മത്സരം തന്നെ ഇട്ടു. കോൺഗ്രസ് അവിടെ ജയിച്ചു. കോൺഗ്രസ് ജയിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതുമയുള്ള കാര്യമല്ല. ജയിച്ചു. എന്താ പുതുമയുള്ള കാര്യം? ജയിച്ചു കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടർ രംഗത്ത് വന്നു. വിജയാഹ്ലാദ പ്രകടനം. കോൺഗ്രസ് അല്ല, UDF ആരുമല്ല, SDPI. എന്തേ SDPIക്ക് വിജയാഹ്ലാദം നടത്താനിടയായത്? ആദ്യമേ തന്നെ ഇതാണ് നില. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി SDPI ഈ 2 വിഭാഗവുമായും വളരെ അടുത്ത ബന്ധം UDF പുലർത്തുന്നു. മാത്രമല്ല ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന അവസ്ഥയിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുന്നു. എവിടെയാ എത്തിച്ചേരുക? അത് ലീഗും ചിന്തിക്കണം. അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെയാണ് UDF കൂടെ കൂട്ടുന്നതെന്നും തൽക്കാലം കുറച്ച് വോട്ടും 4 സീറ്റും എന്നതാണ് UDF രീതിയെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. UDFന്റെ പാലക്കാട്ടെ വിജയം ആദ്യം ആഘോഷിച്ചത് SDPI ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആലോചിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഹരിപ്പാട് കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഴുവൻ സമയ സാന്നിധ്യമായി മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഉണ്ടായിരുന്നു. എന്നാൽ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയില്ല. സമ്മേളനത്തിൽ സമ്പൂർണമായി ഇടപെട്ടത് മുഖ്യമന്ത്രി മാത്രമാണെന്നും സംസ്ഥാന സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയെന്നും വിമർശനമുയർന്നു. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞതും മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും മാത്രമായിരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ മാത്രമാണ് MV ഗോവിന്ദൻ പ്രസംഗിച്ചത്. സംസ്ഥാന സെക്രട്ടറിയെ അവഗണിച്ചത് പ്രതിനിധികൾക്കിടയിൽ കടുത്ത അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. ജനം, ആലപ്പുഴ.